ഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാരണമാണ്. ആ ഭക്ഷണം വെക്കുമ്പോ നിന്റെ ശരീരം വിയർക്കുന്നത്. നീ എന്ത് ചെയ്താലും പ്രതിഫലമാ. നീ എന്ത് ചെയ്താലും പ്രതിഫലം. വാപ്പയാ നബിതങ്ങള് ആ ഫാത്തിമയെ സ്നേഹിച്ചതുപോലെ ആരും സ്നേഹിക്കൂല. ആ നബിതങ്ങളാണ് കൈപൊട്ടിയിട്ട് സങ്കടം പറഞ്ഞ മകളോട് എല്ലാം വാരിക്കെട്ട്, ഇന്നത്തോടെ താമസം കഴിഞ്ഞു വാ പോയേക്കാം എന്ന് വിളിച്ചുകൊണ്ട് പോയില്ല. ഭർത്താവിന്റെ വീട്ടിൽ കഷ്ടപ്പാട് നിന്നെ പോലെ ഉണ്ടാവണമെന്നില്ല മരുമകന്. കൊട്ടാരവും വലിയ ജോലിയും ലക്ഷക്കണക്കിന് സമ്പാദ്യമൊന്നും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോ പാവപ്പെട്ടവനായിരിക്കാം. നീ വീട്ടിൽ മന്തിയും മഹദിയും നെഹദിയും കൊടുത്ത് വളർത്തി ആ പാവപ്പെട്ടവന് ചിലപ്പോൾ ഒരു ഷവർമ പോലും വാങ്ങാൻ പൈസ ഇല്ലാത്തവനായിരിക്കും. അപ്പൊ അവിടെ ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ഇത് പറയുമ്പോ എല്ലാം വാരി കെട്ടിയേരെ വണ്ടി വരും കയറി വന്നേരെ. അള്ളാഹു കാത്തിരിച്ചിക്കുമാറാകട്ടെ, ഉറക്കപ്പുറം അല്ല കാത്തിരിച്ചിക്കുമാറാകട്ടെ. ഇന്നത്തെ കാലം അങ്ങനാടോ, ഇന്നത്തെ കാലം അങ്ങനെ. എടോ, ഇന്ന് തലാക്ക് പറയാനും ഇന്ന് ബന്ധങ്ങൾ മുറിക്കാനും കാരണമൊന്നും പ്രത്യേകിച്ച് വേണ്ട. നമ്മുടെ വഴലൊക്കെ കേൾക്കാൻ വരുന്നൊരു ചങ്ങാതിയുണ്ട്. ഓൻ പറഞ്ഞു, ഉസ്താദേ എൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ കല്യാണമാണ്, നിങ്ങളൊന്ന് വരണം. എനിക്ക് പോകാൻ പറ്റിയില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവനെ കണ്ടപ്പോൾ കല്യാണത്തിന് പങ്കെടുക്കാത്തതിൻ്റെ സങ്കടം കാരണം ഞാൻ പറഞ്ഞു, എടാ അന്ന് വരാനെന്നൊക്കെ പറ്റിയില്ല, സുഖമാണോ? അവള് പോയി ഉസ്താദേ എന്നേ. എൻ്റെ അടുത്ത് പറഞ്ഞു അവള് പോയെന്ന്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ബർത്ത്ഡേ ആഘോഷിച്ചില്ല ഉസ്താദെ, ഞാൻ ഗിഫ്റ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് അവള് പോയെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു കാരണം, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല, അങ്ങനെ അവള് പിണങ്ങിപ്പോയി. പള്ളി കമ്മിറ്റിയിൽ പോയപ്പോ ജമാഅത്തിന്റെ പ്രസിഡന്റ് ചോദിച്ചെന്ന്, നിനക്ക് വാങ്ങിച്ചു കൊടുത്തുകൂടായിരുന്നോടാന്ന്? നിനക്ക് ബർത്ത്ഡേ ആഘോഷം ഒരു കേക്കൊക്കെ മുറിച്ചൂടെ? ഒരു കേക്കെങ്കിലും. ഓനത്ര വിവരവേ ഉള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതങ്ങനെ എന്ത് വിവരമുണ്ട്? ഓരോ മനുഷ്യന്മാരുടെ ആരുടെ മസല ചോദിക്കേണ്ടത് എപ്പോഴും ആലിമിനോടാ, ജാഹിലിനോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓൻ അത്രയ്ക്കൊക്കെ ഉള്ളൂ. എപ്പോഴും മനസ്സിലാക്കേണ്ടത്, എപ്പോഴും മസലകൾ ചോദിക്കേണ്ടത് ആരോടാ? പണ്ടൊരു ചരിത്രമുണ്ട്. 199 പേരെ കൊന്ന ഒരു മനുഷ്യനുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കണുണ്ടോ? 99 പേരെ കൊന്ന ഒരു മനുഷ്യനുണ്ട്. ഓന് 99 പേരെ കൊന്നപ്പോഴാ ചെയ്തത് പാവമാണെന്ന് തോന്നിയേ. അയാൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാക്ക വരുന്നുണ്ട്. ഇത്തിരി താടിയൊക്കെ ഒരാളെ കണ്ടപ്പോ ചോദിച്ചു, ഹബീബേ, ഞാൻ 99 പേരെ കൊന്നവനാ, അല്ല എനിക്ക് പുറത്തു തരുവോ? ചങ്ങാതി, ഇവരെ ബക്കറ്റ് എടുത്താ ഓടൂടാ. അവരിപ്പം മിണ്ടാതിരിക്കല്ലേ. ബക്കറ്റ് എടുക്കുമ്പോ ഓടുന്നൊരു വിഭാഗമുണ്ട്. നിങ്ങൾ എന്തിനാ? നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ 99 പേരെ കൊന്ന മനുഷ്യ ഒരു കാക്കാനെ കണ്ടപ്പോ ചോദിച്ചു, ഹബീബേ, ഞാൻ 99 പേരെ കൊന്നവനാ, അല്ല എനിക്ക് പുറത്തു തരുവോ? നിനക്കോ? അല്ല പുറത്തു തരാനോ? നീ നരകത്തിലടാ. അയാള് പറഞ്ഞു, നിന്റെ കാര്യം പോക്കാന്ന്. എന്നാ പിന്നെ സെഞ്ചുറി അടിച്ചേക്കാം, അവനെ കൂടെ കൊന്നു കളഞ്ഞ് 100 തികച്ചു. 100 പേരെ കൊന്ന മനുഷ്യൻ. ഇങ്ങനെ നിൽക്കുമ്പോ ഒരു ഉസ്താദ് വരുന്നു. താടിയൊക്കെ വളർത്തിയൊരു ചങ്ങാതി കണ്ടു. ഉസ്താദെ, 99 മുന്ന് 100 തികച്ചിട്ട് നിൽക്കാ, അല്ല എനിക്ക് പുറത്തു തരുവോ? ഉസ്താദ് പറഞ്ഞു, നിനക്ക് പുറത്തു തരും. ഇതാണ് ഉസ്താദ്. ഉസ്താദ് പറഞ്ഞു, അല്ല നിനക്ക് പുറത്തു തരും. എടാ, ആദ്യം കണ്ട മനുഷ്യന് അത്രയ്ക്ക് അറിവുണ്ടായിരുന്നുള്ളൂ. ഓൻ അതുകൊണ്ട് അവൻ അറിയുന്ന മസല പറഞ്ഞു പോയി. ഉസ്താദ് എന്ത് പറഞ്ഞു കൊടുത്തു? അറിവ് പഠിച്ച മനുഷ്യൻ ആലിമ പറഞ്ഞു കൊടുത്തു, അല്ല നിനക്ക് പുറത്തു തരും. നീ അള്ളാഹുവിനോട് തൗബ ചെയ്യ്. ഈ നാട് നിനക്ക് നല്ലതല്ല, ഇനി ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റൂല. അപ്പുറത്തൊരു നല്ല നാടുണ്ട്, അവിടെ പൊക്കോ നീ. അപ്പുറത്ത് നല്ല ആൾക്കാർ താമസിക്കുന്ന ഒരു നാടുണ്ട്, അവിടെ പോയി നീ അള്ളാഹിനെ ഭയന്ന് ജീവിക്ക്. പോകുന്ന വഴിയിൽ ഈ മനുഷ്യൻ മരിച്ചു. നരകത്തിന്റെ മലക്കും വന്നു, സ്വർഗത്തിന്റെ മലക്കും വന്നു. നരകത്തിന്റെ മലക്ക് പറഞ്ഞു, ഇവൻ 100 പേരെ കൊന്നവനാ, ഞങ്ങൾക്ക് വേണം ഇവനെ. സ്വർഗത്തിന്റെ മലക്ക് പറഞ്ഞു, ഇവൻ നന്നായിട്ട് വന്നവനാ, തരൂല്ലാന്ന്. എടാ, 100 കൊല ചെയ്ത മനുഷ്യന് വേണ്ടി സ്വർഗത്തിന്റെ മലക്കും നരകത്തിന്റെ മലക്കും തർക്കിച്ചു. നമ്മൾ മരിച്ച നമ്മുടെ വീട്ടിലും തർക്കം നടക്കും. നമ്മുടെ മക്കള് നമ്മുടെ സ്വർണത്തിന് വേണ്ടി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മരിച്ചാലോ? ഞാനൊരു വീട്ടിൽ പോയപ്പോ ഉമ്മ മരിച്ചതിന്റെ 3-ന്റെ അന്ന് പോയപ്പോ വലിയ ബഹളം. അപ്പൊ ഏറ്റവും ചെറിയ മകള് പറയാ, ഉമ്മ ജീവിച്ചിരുന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, കഴുത്തി കിടക്കുന്ന 3 പവൻ എനിക്കുള്ളതാണ്. അടി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് മസലയുടെ വിഷയം. അപ്പൊ ഈ ചങ്ങാതി പറഞ്ഞു, പോയെന്ന് ഭാര്യ. എന്തിന്റെ പേരിൽ? ബർത്ത്ഡേ ആഘോഷിക്കാത്തതിന്റെ പേരിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ഒരു സംഭവം പറഞ്ഞത്, ഒരു സോപ്പ് കാരണം തലാക്ക് സംഭവിച്ചു. ഒരു പെണ്ണ് കുളിക്കാൻ നേരത്ത് സോപ്പ് റൂമിൽ നിന്ന് നേരെ ബാത്റൂമിൽ കൊണ്ടുപോകും, കുളിപ്പരയിൽ കൊണ്ടുപോകും. കുളിച്ച് കഴിയുമ്പോൾ സോപ്പ് തിരിച്ച് റൂമിൽ കൊണ്ടുവെക്കും.
ഇത് സ്ഥിരമായി നടക്കുന്നതാ. ഒരു ദിവസം കുളിച്ചിട്ട് സോപ്പുമായിട്ട് പോകുന്നത് ഭർത്താവിന്റെ സഹോദരി കണ്ടു. ഇവിടെ ചോദിച്ചു, ഇതെന്താ, ഇവിടെ എന്താ പകർച്ചവാദി വല്ലതും ഉണ്ടോ ഇവിടെ ആർക്കെങ്കിലും? തുടങ്ങി. ആ സോപ്പ് കാരണം രണ്ടും രണ്ടായി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് അങ്ങനാടോ? കാരണമൊന്നും വേണ്ട. നിസ്സാരം. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ഈ ഭർത്താവിനും ഭാര്യയ്ക്കും ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഈ കുടുംബക്കാര് സമ്മതിക്കൂല. പെണ്ണിന് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരണമെന്നുണ്ട്. ഈ ഉമ്മായും വാപ്പായും കൂടപ്പുറപ്പുകളും ഈഗോ. അവൾ അങ്ങനെ പറഞ്ഞില്ലേ, ഇവൾ അങ്ങനെ പറഞ്ഞില്ലേ, സംസാരിച്ച തീരുവിടോ. ഞാനൊരു മസ്ലഹത്തിൽ പങ്കെടുത്തു. എല്ലാ ചർച്ചകളും പാളിയിട്ട് അവസാനം കൊടുത്തത് തിരിച്ചു വാങ്ങാൻ വേണ്ടി അഡ്വക്കേറ്റിനെ കൊണ്ടുവന്നിരിക്കുക എഴുതാൻ. ഒരു 40ഓളം പേരുണ്ട്. അപ്പൊ ഇങ്ങനെ ബഹളം. ഞാനിങ്ങനെ ഇരുന്നപ്പോ എല്ലാം കൂടെ ഓഫീസ് റൂമിൽ ഇരുന്ന് ബഹളം. എന്നോട് ചോദിച്ചു, ഉസ്താദ് എന്താ എന്തൊന്നും മിണ്ടാത്തേന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കണ്ട, ഈ പെണ്ണിനോടും പയ്യനോടും ഒരു 5 മിനിറ്റ് സംസാരിക്കണം. ഉടനെ പെണ്ണിന്റെ വാപ്പ പറഞ്ഞു, പറ്റൂല. അപ്പം മറ്റേത് ശത്രുവിന്റെ അങ്ങനാണല്ലോ. പെണ്ണിന്റെ വാപ്പ പറഞ്ഞു പറ്റൂല. അപ്പൊ ആണിന്റെ വീട്ടുകാർ ചോദിച്ചാൽ ഉസ്താദ് സംസാരിച്ച എന്താ കുഴപ്പമെന്ത്? അവസാനം എനിക്ക് സംസാരിക്കാൻ അനുവാദം തന്നു. രണ്ടുപേരെയും വിളിച്ചു മദ്രസയുടെ മുകളിൽ പോയി. ഞാൻ ചോദിച്ചു പ്രശ്നം എന്താണെന്ന്. ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സുബ്ഹാനല്ലാഹ്, ചോദിച്ചത് മാത്രമേ. സത്യം പറഞ്ഞ ഒരു ഉസ്താദാണ് മുമ്പിൽ ഇരിക്കുന്നെന്നുള്ള പരിഗണന പോലും അവർ നൽകിയില്ല. രണ്ടും കൂടെ അങ്ങോട്ട് തുടങ്ങി. എടാ വാട അടിയും ബഹളമോ. ഞാൻ ഇങ്ങനെ ഇരിക്കുക, ബദർക്ക് ശൈത്താന്റെ കടലിൽ നടക്കുന്ന പോലെ. അടിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ചീത്ത വിളിച്ചു, എടാ വാടാ പോടൊക്കെ കഴിഞ്ഞു. എല്ലാം ഒരു ഇടിയും മഴയൊക്കെ കഴിഞ്ഞതുപോലെ ഞാൻ ചോദിച്ചു. എല്ലാം കഴിഞ്ഞപ്പോ ഒന്ന് ശാന്തമായപ്പോ ഞാൻ ചോദിച്ചു, എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, പോട്ടെ, നിങ്ങൾക്കൊന്ന് പൊരുത്തപ്പെട്ടു കൊടുത്തൂടെ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്ന് ഒരുമിച്ച് ജീവിച്ചുകൂടെ? ഇവന്റെ കൂടോ? ഇല്ല ഉസ്താദേ, ഇവന്റെ കൂടെ. ഇപ്പൊ അങ്ങനെ എടാ വാടാ പോടാന്നാ വിളിക്കുന്നത്. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ ചെന്നപ്പോ ഭാര്യ ഭർത്താവിനെ വിളിക്കടാ അതിങ്ങെടുക്കടാന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ എന്താ വിളിക്കണമെന്ന് എനിക്കറിയില്ല. ഇവിടെ എന്താ ഭർത്താവിനെ വിളിക്കുക ഉസ്താദേ? അച്ഛാ നിൽക്കാന്ന എന്താടാ വിളിക്കുക? എന്താ എന്താ ഇങ്ങോട്ട് നോക്കാനോ? ചീത്ത വിളിക്കാതിരുന്നാ മതിയായിരുന്നല്ലോ. എടാ ഇന്ന് പെണ്ണുങ്ങള് എടാ വാടാ പോടാന്നാ വിളിക്കണേ. നിങ്ങൾ നോക്കിയേ, പേര് വിളിക്കത്തില്ല ഈ പെണ്ണുങ്ങൾ ഭർത്താവിന്. അബൂബക്കറെ അല്ലേ? ഭർത്താവിന് പേര് വിളിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. വാപ്പാനെ എങ്ങനെ ആമിനാത്ത വിളിക്കണേ നീ? വാപ്പാടെ എന്റെ പേര് സിറാജ്, എന്റെ മോൻ എന്നെ വാപ്പാന്ന് വിളിക്കണോ സിറാജ് വാപ്പാന്ന് വിളിക്കണോ? എങ്ങനെ വിളിക്കണ്ടേ? എടാ ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. ഉപ്പാനൊരു സ്ഥാനമുണ്ട്, ഉമ്മയ്ക്കൊരു സ്ഥാനമുണ്ട്, ഉസ്താദിനൊരു സ്ഥാനമുണ്ട്, വാപ്പയ്ക്കൊരു സ്ഥാനം ഉള്ളതുപോലെ ഭർത്താവിനൊരു സ്ഥാനമുണ്ട്. ബഹുമാനിക്കുന്നു. എടാ വാടാ പോടാ. അങ്ങനെ ഇപ്പോഴത്തെ കുട്ടികൾ വിളിക്കണം. എനിക്ക് വഴുത് കഴിഞ്ഞാൽ ഈ തട്ടുകടയിൽ പോയി തിന്നുന്നൊരു സ്വഭാവമുണ്ട്. കാരണം വഴുതിന് പോകുന്നിടത്ത് ഒരിടത്തും തിന്നാൻ പറ്റത്തില്ല. കാരണം നമ്മൾ തിന്നാനിരിക്കുമ്പോൾ ഇവന്മാർ മൊബൈലും കൊണ്ടുവരും. അപ്പം സമാധാനത്തിൽ തിന്നാൻ പറ്റത്തില്ല. തിന്നെന്ന് പറഞ്ഞ് വാരിയിടും. എങ്ങനെ തിന്നാനേ എങ്ങാതി? അപ്പൊ വഴുത് കഴിയുമ്പോൾ നല്ല വിശക്കും. അപ്പൊ ഏതെങ്കിലും കടയിൽ കയറി. ഒരു കടയിൽ കയറിയപ്പോ ഒരുത്ത എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, ബ്രോ എന്ത് വേണമെന്ന്. ദുബൈയും തൊപ്പിയിട്ടിരിക്കണം എന്നോടിക്ക ബ്രോ എന്ന്. ഞാൻ വെച്ച് ബ്രോസ്റ്റർ വേണമെന്ന് ചോദിക്കാന്ന്. എടാ ഇന്നത്തെ കാലം അങ്ങനെ ആയിപ്പോ. ഈ കുട്ടികൾ ഗെയ്സ് എന്നാ വിളിക്കണം കൂടപ്പുറപ്പിനെ. ഗെയ്സ് എന്താ വിളിക്കണല്ലേ? അല്ലാഹു അഅലം, പടച്ചോൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇവരോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്കെന്ന് എന്ത് പറഞ്ഞിട്ട് ഇവര് സമ്മതിക്കണില്ല. അപ്പൊ 8ാമത്തെ അടവുണ്ടല്ലോ, ഏറ്റവും ലാസ്റ്റത്തെ അടവ്. ഞാൻ പറഞ്ഞു, താഴെ എഴുത്തും കുത്തും നടക്കുകയാ, നിങ്ങൾ രണ്ടുപേരും പിരിയാൻ പോകുകയാ. ഇത്രയും കൊല്ലം ഒരുമിച്ച് ജീവിച്ചതല്ലേ, ഈ റൂമിന് പുറത്തിറങ്ങിയാൽ നിങ്ങൾ രണ്ടുപേരും രണ്ടാ. അതുകൊണ്ട് മരിച്ചു പോകേണ്ടവരല്ലേ, ജീവിതത്തിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോയില്ലേ, നിങ്ങളൊന്ന് രണ്ടുപേരും കെട്ടിപ്പിടിച്ചൊന്ന് പൊരുത്തം വെച്ച് നിങ്ങളൊന്ന് സ്നേഹത്തോടെ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങിത്തരാം, നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്ന് അവസാനമായി കെട്ടിപ്പിടിച്ച് ഒന്ന് പൊരുത്തം ചോദിച്ചിട്ട് ഇറങ്ങ്. ഞാൻ വാതിലടച്ച് പുറത്തിറങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുക. ചെല്ലുമ്പോൾ, ഉസ്താദെ ഞങ്ങൾക്ക് ജീവിക്കണം ഉസ്താദെ. ഉസ്താദാ പറയാൻ പാടില്ല. എങ്കിലും ഞാൻ അവരോട് പറഞ്ഞു, ഇതിലേ ഇറങ്ങി എവിടെയെങ്കിലും പോയി വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചോളാം, വീട്ടിൽ പോണ്ടാന്ന്. കാരണം വീട്ടുകാരാ സമ്മതിക്കാത്തത്. എടോ നബിതങ്ങൾ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്ക, മോളെ നീ ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്ത അള്ള തരുന്ന പ്രതിഫലം ഇതാ. നിന്റെ ഭർത്താവിന് നീ വസ്ത്രം കഴുകി കൊടുത്ത, നീ എന്ത് ചെയ്താലും ഉപ്പ എന്ന് പറഞ്ഞ് അങ്ങനെ ആയിരിക്കണം. എടുത്തു ചാടുന്നൊരു സ്വഭാവം വാപ്പയ്ക്ക് പാടില്ല. മക്കൾ എന്തെങ്കിലുമൊക്കെ പരാതി പറയുമ്പോൾ നിനക്ക് വിവരമുണ്ട്, നിനക്ക് പ്രായമുണ്ട്, നിനക്ക് പക്വതയുണ്ട്. ആ കുട്ടികൾക്ക് അത് ഉണ്ടാകണമെന്നില്ല.
അതുകൊണ്ട് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുന്നവനാകണം പിതാവ്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നവരാകരുത്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ. പിന്നെ പറയുമ്പോ എല്ലാം പറയണം. ചില അമ്മായിയമ്മമാർക്ക് വല്ലാത്ത സ്വഭാവമാണ്. അവർക്ക് മക്കൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട സഹിക്കാത്ത ചില മാതാപിതാക്കൾ, ചില ഉമ്മമാരും ഉണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, മക്കളും മോനും മരുമകളും കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ അസൂയുള്ള അമ്മായിയമ്മമാരും ഉണ്ട്. അള്ളാഹു നിങ്ങളുടെയൊക്കെ അമ്മായിയമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ, താത്തമ്മ ആമീൻ പറ. വേണ്ട സ്ഥാതല്ലേ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാതിരാത്രി തന്റെ മരുമകനോടും തന്റെ പൊന്നാര മകളോടും അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനം ചോദിച്ചു, ഫാത്തിമ, അടിമയെ ചോദിച്ച് വീട്ടിലേക്ക് വന്നല്ലോ, എന്നാൽ അടിമയെ കിട്ടുന്നതിനേക്കാൾ നിനക്ക് നന്മ കിട്ടുന്ന ഒരു, നിനക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, അടിമയെ ലഭിക്കുന്നതിനേക്കാൾ വീട്ടിൽ ജോലി ചെയ്യാൻ ഒരടിമയെ കിട്ടുന്നതിനേക്കാൾ നിനക്ക് ആഖിറത്തിൽ നന്മ കിട്ടുന്ന ഒരു, പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? പറഞ്ഞതാ വാപ്പാ, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാതിരാത്രിയിൽ തന്റെ പൊന്നാര മകളോടും തന്റെ മരുമകനോട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത നന്മ എന്തെന്നറിയുവോ? ഫാത്തിമ, രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. നബി തങ്ങൾ പറയുകയാണ്, നീ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ ദിക്ർ 33 പ്രാവശ്യം വെച്ച് പറയണേ ഫാത്തിമ. ഇതാണ് നിനക്ക് ആഖിറത്തിൽ നന്മ കിട്ടുന്ന കാര്യമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നിങ്ങളൊക്കെ ചിന്തിക്കും, ഉസ്താദേ, ഇതിനാണോ ഇത്ര നേരം നിങ്ങൾ വഅദ് പറഞ്ഞത്? ഇത് പറയാനായിരുന്നു നമ്മൾ വിചാരിക്കുന്നത് ഇത് നിസാരമാണെന്നാ. അല്ല സഹോദരാ, നിനക്കതിന്റെ മഹത്വം അറിയാഞ്ഞിട്ടാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നാരമകളായ ഫാത്തിമ, ആ ഫാത്തിമ പറയുകയാണ്, അല്ലാഹുവേ, അലിയാർ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അത് പറഞ്ഞല്ലോ. ഫാത്തിമ ബീവി മരിക്കുന്ന ദിവസം വരെ പറയുമായിരുന്നു, എന്റെ ഫാത്തിമ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ, 29ാമത്തെ വയസ്സിലാണ് ഫാത്തിമ മരണപ്പെടുന്നത്. മരിക്കുന്ന ദിവസം വരെ എന്റെ ഫാത്തിമ കിടക്കുന്നതിന് മുമ്പ് അത് പറയുമായിരുന്നു. അലിയാർ തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. അലിയാർ തങ്ങൾ പറയുകയാ, എന്റെ നബി തങ്ങളെന്ന് പറഞ്ഞതിന് ശേഷം ഞാനും അങ്ങനെ തന്നെയാണ്.